ഇപ്പൊ വരുന്ന പുതിയ പിള്ളേര് വരെ 100 കോടി അടിച്ചു തുടങ്ങി. പുള്ളി ഒരു 100 കോടി സിനിമ അടിച്ചില്ലെങ്കിൽ ഇനിയും ഹേറ്റേഴ്സിന് ഊക്കാൻ വേറെ ഒന്നും വേണ്ട. ഇന്നലെ വന്ന ഹാഷിറാൻ ടീം വരെ 100 കോടി അടിച്ചു. എന്നിട്ടും മലയാളത്തിന്റെ മെഗാസ്റ്റാറായ മമ്മൂക്കയ്ക്ക് കേക്കിലല്ലാതെ ബോക്സ് ഓഫീസിൽ ഒരു 100 കോടിയില്ല. ബട്ട് വൈ? വാഴ 2ന്റെ കാര്യം പറയുകയാണെങ്കിൽ, വാഴ എന്ന് പറയുന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടായിട്ട് വന്ന സിനിമ. വാഴ 1ലും പ്രോമിനന്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആരുമില്ല. ഇപ്പോൾ ഇറങ്ങിയ സെക്കൻഡ് പാർട്ടിലും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആരുമില്ല. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്തുകൊണ്ട് നടന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് മെയിൻ ലീഡിൽ വരുന്നത്. അവർക്ക് പ്രത്യേകിച്ച് സിനിമാ പാരമ്പര്യമോ സിനിമയിൽ അഭിനയിച്ച എക്സ്പീരിയൻസോ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തതിന്റെ അനുഭവ പാഠവമോ ഒന്നും തന്നെ ഇല്ല. പ്യൂർ ആയിട്ടുള്ള ഫ്രഷേഴ്സ് ആണ്. അവരഭിനയിച്ചു, ആ സിനിമ ഇപ്പോൾ 100 കോടി അടിച്ചു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 100 കോടി നേടി. ആൻഡ് അത് പ്രൂവ് ചെയ്യുന്നത് വേറൊരു കാര്യമാണ്. ഒരു സിനിമ ഇപ്പോഴത്തെ കാലത്ത് റീച്ച് ആകുന്നതിനും വലിയ വിജയമാകുന്നതിനും വലിയ താരമുണ്ടാവുകയോ വലിയ ബിഗ് ബജറ്റ് ഉണ്ടാവുകയോ ആവശ്യമേ ഇല്ല. വാഴ പോലുള്ള ചെറിയ സിനിമകളും പുതുമുഖങ്ങൾ അഭിനയിക്കുന്ന സിനിമകൾ പോലും 100 കോടിയും 200 കോടിയും അടിക്കാൻ പറ്റും. പക്ഷേ വർഷങ്ങളായിട്ട് ഫീൽഡിലുള്ള നമ്മുടെ മെഗാസ്റ്റാറിന് ഇതുവരെ ഒരു 100 കോടിയില്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാവും, ഒരു സിനിമയുടെ വിജയം അല്ലെങ്കിൽ ഒരു നടന്റെ വിജയം എന്ന് പറയുന്നത് എത്ര 100 കോടിയുണ്ട്, എത്ര കളക്ഷൻ ഉണ്ട് എന്നുള്ളതല്ല. ആൾക്കാരുടെ മനസ്സിൽ അയാൾ ചെയ്യുന്ന കഥാപാത്രങ്ങളും അയാൾ ചെയ്യുന്ന വെറൈറ്റി റോളുകളും അയാൾ ചെയ്യുന്ന ക്വാളിറ്റി സിനിമകളുമാണ് എന്നാണ്. പക്ഷേ അവിടെ ഞാൻ പറയുന്നു, ഈ 100 കോടിയും 200 കോടിയും അടിച്ച സിനിമകളും ഇതുപോലെ ആൾക്കാർ ഇഷ്ടപ്പെട്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമകൾ തന്നെയാണ്. ആൾക്കാർ ഇഷ്ടപ്പെട്ട് വീണ്ടും വീണ്ടും കണ്ടതുകൊണ്ട് തന്നെയാണ് അതിൽ കളക്ഷൻ കൂടുതൽ കിട്ടിയതും അത് 100 കോടി എത്തിയതും. അങ്ങനെ നോക്കുമ്പോൾ മമ്മൂക്കയുടെ ഒരു സിനിമയും ഇതുവരെ 100 കോടി അടിച്ചിട്ടില്ല. പുള്ളി ഇതുവരെ ചെയ്ത സിനിമകളിൽ കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള, റെപ്പിറ്റീഷൻ വാല്യൂ ഉള്ള സിനിമകൾ വളരെ കുറവാണ്. അതിന്റെ ഏറ്റവും വലിയൊരു പ്രൂഫാണ് ഇപ്പോൾ റീ റിലീസിന്റെ ഒരു ട്രെൻഡ് പൊക്കിടുന്ന സമയത്ത് പോലും മമ്മൂക്കയ്ക്ക് സോൾഡ് ആയിട്ട് റിലീസ് ചെയ്യാൻ ഒരു മൂവി ഇല്ല. ആൻഡ് ചെയ്ത മൂവിയൊക്കെ 3000, 4000, 5000 കളക്ഷനിലങ്ങ് പോയി. പുള്ളിക്ക് റിപ്പീറ്റ് വാല്യൂ ഉള്ള, കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള സിനിമകൾ വളരെ കുറവാണ്. അങ്ങനെ കോൺസെപ്റ്റുള്ള അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് സ്റ്റോറിയുള്ള സിനിമകൾ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് ഏതെങ്കിലും കൂടെ ഡയറക്ടറായിരിക്കും, സിനിമ ഫ്ലോപ്പ് ആവും. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും പുള്ളിക്ക് ആ ഒരു കളക്ഷൻ അച്ചീവ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കണ്ണൂർ സ്ക്വാഡാണ് ഏറ്റവും അടുത്ത് പോയത് 90 കോടി. പക്ഷെ അതും 100 കോടി എത്തിയിട്ടില്ല. നമ്മുടെ മലയാള സിനിമയുടെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത് കേരളം മാത്രമല്ല, കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ വേറെ സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്ത് വേറെ രാജ്യങ്ങളിലും നമ്മുടെ സിനിമ എത്തുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ സിനിമ എത്തി അവിടുത്തെ ആളുകളൊക്കെ കാണുമ്പോൾ മാത്രമേ നമ്മുടെ സിനിമ വലിയൊരു വിജയമാവുള്ളൂ. കേരളത്തിലെ ആൾക്കാർ മാത്രം കണ്ടു എന്ന് കരുതി ഒരു സിനിമയും 100 കോടിയും 200 കോടിയൊന്നും എത്താൻ പോണില്ല. മാക്സിമം ഒരു 500 കോടിയൊക്കെ എത്തുമായിരിക്കും. പക്ഷേ 100 കോടി എന്നുള്ളൊരു ബെഞ്ച് മാർക്ക് എത്തണമെങ്കിൽ നമ്മുടെ സിനിമ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകണം. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മമ്മൂക്കിക്ക് ഫാൻസ് ഇല്ല, മമ്മൂക്കി അറിയത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. അവിടേക്ക് പോകുമ്പോൾ നമ്മൾ ഇതുപോലുള്ള ആക്ടിങ് പ്രാധാന്യമുള്ള, കഥ പ്രാധാന്യമുള്ള സിനിമകൾ മാത്രം കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മുടെ മലയാളികളുടെ ടേസ്റ്റ് എല്ലാവർക്കും ഉണ്ടാവണമെന്നൊന്നുമില്ല. അവർക്ക് വേണ്ടത് അവരെ പിടിച്ചിരുത്തുന്ന, അവരെ ഹുക്ക് ചെയ്യുന്ന, അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന, അവർക്ക് റെപ്പിറ്റേറ്റീവായിട്ട് കാണാൻ പറ്റുന്ന സിനിമകളാണ്. അങ്ങനത്തെ സിനിമകൾ പോയാൽ മാത്രമേ അവിടെ വിജയമാവുള്ളൂ. അങ്ങനത്തെ സിനിമകൾ പോയാൽ മാത്രമേ വലിയ രീതിയിലുള്ളൊരു കളക്ഷൻ കിട്ടുള്ളൂ. മമ്മൂക്കിക്ക് ഒരുപാട് ഇന്റർനാഷണൽ റീച്ച് കിട്ടിയ സിനിമകളുണ്ട്. ഇപ്പോൾ റോഷാക്ക് എടുത്തു കഴിഞ്ഞാലും പ്രമേയൊക്കെ എടുത്തു കഴിഞ്ഞാലും വളരെ വലിയ റീച്ച് കിട്ടിയ സിനിമകളാണ്. പക്ഷേ ആ സിനിമകളുടെ കളക്ഷൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പരാജയമാണ്. കാരണം ആ സിനിമകൾ കൊടുക്കുന്നത് ആ ഒരു കോണ്ടന്റിനാണ് വാല്യൂ കൊടുക്കുന്നത്. അങ്ങനെയുള്ള സിനിമകൾ വേണം, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ബോക്സ് ഓഫീസിൽ ഒന്ന് പിടിച്ചു കൊടുക്കാൻ പറ്റുന്ന സിനിമകളും ചെയ്യണം. ഇപ്പൊ നമ്മൾ വാഴ 2ന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിലെ മെയിൻ താരങ്ങളെയൊക്കെ നമുക്കറിയാം. നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽ വഴിയും വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരെ നമ്മളൊരു സിനിമയിൽ നായകന്മാരായിട്ട് മെയിൻ ലീഡായിട്ട് കണ്ടിട്ടില്ല. ആൻഡ് ആ ഒരു ക്യൂരിയോസിറ്റിയിൽ മാത്രമല്ല ആൾക്കാർ പോയത്. വാഴ എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ട് പോലെ എന്തെങ്കിലും ഇതിലുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അവർ പ്രതീക്ഷിച്ചതിന്റെ അപ്പുറത്ത് ഈ സാധനം കിട്ടി. സാധാരണ സെക്കൻഡ് പാർട്ടുകളൊക്കെ പൊട്ടി പാളീസാകാറാണ് നമ്മുടെ ഒരു കീഴ്വഴക്കം. പക്ഷേ ഈ സിനിമ ഫസ്റ്റ് പാർട്ടിനേക്കാൾ വലിയ വിജയമായി. ആൻഡ് ഫസ്റ്റ് പാർട്ടിലുള്ള അതേ ആക്ടേഴ്സ് അല്ല, പുതിയ ആക്ടേഴ്സാണ്. അതും പുതുമുഖങ്ങളാണ്. മീൻസ് നമുക്ക് പുതിയ മുഖങ്ങളെന്നല്ല, സിനിമയിൽ അവർ അഭിനയിക്കുന്നത് ഫസ്റ്റ് ആയിട്ടാണ്. പക്ഷെ എന്നിട്ടും ആ സിനിമ റീച്ചായി. അത് പ്രൂവ് ചെയ്യുന്നത് ഒരേ ഒരു കാര്യമാണ്. കണ്ടന്റ് ഉണ്ടെങ്കിൽ, ആൾക്കാരെ എൻഗേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സിനിമ ഉറപ്പായിട്ടും വിജയിക്കും. അവിടെ മെയിൻ താരം വേണമെന്നൊന്നുമില്ല. നമ്മുടെ മമ്മൂക്കയ്ക്ക് ഇനിയും 100 കോടി അടിക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. കാരണം പുള്ളിക്ക് അതിനനുസരിച്ചുള്ള കാലിബറുണ്ട്, അതിനനുസരിച്ചുള്ള ഫാൻ ബോറുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷേ പുള്ളി ഇപ്പൊ ചെയ്യുന്ന പോലെ കോണ്ടന്റ് പ്രാധാന്യമുള്ള, അഭിനയ പ്രാധാന്യമുള്ള ആൾക്കാർ പുള്ളി എടുത്ത് പൊക്കി അടിക്കാൻ പോകുന്ന തരത്തിലുള്ള സിനിമകൾ മാത്രം ചെയ്യാതെ നോൺ ബ്രെയിനർ ആയിട്ടുള്ള എന്റർടൈനർ സിനിമകളാണ് എപ്പോഴും വലുതായിട്ട് റീച്ച് ആവുക. അങ്ങനത്തെ സിനിമകൾ ചെയ്യുക. ഇനിയും ഒരുപാട് സിനിമകൾ മമ്മൂക്കിക്ക് വരാനുണ്ട്. ഇനിയും ഇതുപോലുള്ള കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള സിനിമകൾ വരട്ടെ. ഇപ്പൊ വരുന്ന പുതിയ പിള്ളേര് വരെ 100 കോടി അടിച്ചു തുടങ്ങി. പുള്ളി ഒരു 100 കോടി സിനിമ അടിച്ചില്ലെങ്കിൽ ഇനിയും ഹേറ്റേഴ്സിന് ഊക്കാൻ വേറെ ഒന്നും വേണ്ട. അത് ഉടനെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.